അടുത്തത് ഓസോൺ ലെയർ ഡിപ്ലഷൻ. അടുത്ത മേജർ എൻവിറോൺമെന്റൽ പ്രോബ്ലം ആണ് ഓസോൺ ലെയർ ഡിപ്ലഷൻ. അതായത് എന്താണ്, ഓസോൺ പാളിക്ക് വരുന്ന ഡിപ്ലഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പറയാം, ക്ഷയം എന്നൊക്കെ പറയാം. ഓസോൺ ലെയർ ഡിപ്ലഷൻ ഈസ് ദ സ്റ്റഡി ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഓസോൺ ഇൻ ദ എർത്ത് അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓസോണിന്റെ അളവ് കുറയുന്നതാണ് ഓസോൺ പാളിയുടെ ക്ഷയം അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഭൂമിയിലെ അന്തരീക്ഷത്തിന്റെ ഓസോണിന്റെ അളവ് കുറഞ്ഞു വരിക, ക്രമേണ കുറഞ്ഞു വരുന്നതാണ് ഓസോൺ ഡിപ്ലഷന് കാരണമാകുന്നത്. This depletion is caused by man-made chemicals such as those used in the air conditioners, refrigerators and ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ്. എന്താ അത് പറഞ്ഞാലേ, എയർ കണ്ടീഷണറുകളിലും അതുപോലെ തന്നെ റെഫ്രിജറേറ്ററുകളിലും മറ്റും ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് എന്തിന് കാരണമാകുന്നത്, നമ്മുടെ ഓസോൺ ലെയർ ഡിപ്ലഷന് കാരണമാകുന്നത്. അതായത് നമ്മുടെ ഭൂമിയിലെ അന്തരീക്ഷത്തിന്റെ ഓസോണിന്റെ അളവ് കുറയാൻ ഉള്ള കാരണമായിട്ട് പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. എഫക്ട് ഓഫ് ഓസോൺ ലെയർ ഡിപ്ലഷൻ എന്തൊക്കെയാണ്? ഇൻക്രീസ്ഡ് UV റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേഡിയേഷൻ വർദ്ധിക്കുന്നു, സ്കിൻ ക്യാൻസറിന് കാരണമാകുന്നു. ദെൻ ക്ലൗഡിംഗ് ഓഫ് ദ ഐസ് ലെൻസ്, അതിന് പറയുന്നതാണ് എന്ത്, കാറ്ററാക്ട്സ് എന്ന് പറയും. ക്ലൗഡിംഗ് ഓഫ് ദ ഐസ് ലെൻസ് എന്ന് പറയും. ദെൻ ക്രോപ്പ് ഡാമേജ്, കൃഷികളൊക്കെ നാശം സംഭവിക്കുന്നു. മെറൈൻ ഓർഗാനിസംസ് ഡാമേജ്, സമുദ്രജീവികൾക്ക് ദോഷം സംഭവിക്കുന്നു അല്ലെങ്കിൽ അവരൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എന്താണ്, എഫക്ട്സ് ഓഫ് ഓസോൺ ലെയർ ഡിപ്ലഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ്. ഇൻക്രീസ്ഡ് അൾട്രാവയലറ്റ് റേഡിയേഷൻ ഉണ്ടാകും, സ്കിൻ ക്യാൻസർ ഉണ്ടാകും, ദെൻ ക്രോപ്പ് ഡാമേജ് ഉണ്ടാകും, അതുപോലെ തന്നെ ക്ലൗഡിംഗ് ഓഫ് ഐസ് ലെൻസ്, കണ്ണിന് ബാധിക്കുന്ന ഒരു അസുഖമാണ്. ദെൻ മെറൈൻ ഓർഗാനിസംസ് ഡാമേജ്, നമ്മുടെ സമുദ്രജീവികളൊക്കെ ഡാമേജ് ചെയ്തുകൊണ്ട് നശിച്ചുകൊണ്ട് പോകുന്നത്. ദെൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട എൻവിറോൺമെന്റൽ പ്രോബ്ലം ആണ് എന്ത്, ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. It is caused by chemical reaction that begins when compounds like sulfur dioxide and nitrogen oxides are released in the air. It is caused by chemical reactions that begins when compounds like sulfur dioxide and nitrogen oxides are released in the air. എന്നാൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആസിഡ് റെയിൻ അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും ഇതിന്റെയൊക്കെ രാസപ്രവർത്തനങ്ങൾ മൂലമാണ് എന്ത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നത് കാരണമാണ് എന്തുണ്ടാകുന്നത്, നമ്മുടെ ആസിഡ് റെയിൻ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. These substances can rise very high into the atmosphere where they mix and react with water, oxygen and other chemicals to form more acidic pollutants known as acid rains. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് എവിടെയാണ്, മിക്സ് വിത്ത് വാട്ടർ, ഓക്സിജൻ ആൻഡ് അതർ കെമിക്കൽസ് to form more acidic pollutants known as acid rain. ഇതൊക്കെയാണ് എന്ത്, നമ്മുടെ ആസിഡ് റെയിനിന്റെ പ്രധാന റീസൺസ് അല്ലെങ്കിൽ ആസിഡ് റെയിനിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ആസിഡ് റെയിൻ എന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ആസിഡ് റെയിൻ can be formed by natural causes such as volcanic eruptions. More commonly, however, acid rain is due to human activities. Burning fossil fuels, manufacturing, oil refineries, electricity generation and vehicles all release sulfur and nitrogen oxides into the atmosphere. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തിക്കൽ മൂലം അല്ലെങ്കിൽ വ്യാവസായിക മലിനീകരണം മൂലം, അതുപോലെ എന്താ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഇതുമൂലം, അതുപോലെ തന്നെ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഗ്യാസ് പൊല്യൂട്ടൻസ് മൂലമാണൊക്കെ എന്ത് സംഭവിക്കുന്നത്, ദ ആസിഡ് റെയിൻ ക്യാൻ ബി ഫോംഡ് ബൈ നാച്ചുറൽ. ആസിഡ് റെയിൻ എന്ത് കാരണം ഉണ്ടാകുന്നത്, നാച്ചുറൽ കോസസ് മൂലം ഉണ്ടാകുന്നുണ്ട്, വോൾക്കാനിക് എറപ്ഷൻസ് മൂലം ഉണ്ടാകുന്നുണ്ട്, അതിനേക്കാൾ ഉപരി ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമാണ്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ പറയുന്ന നമ്മൾ ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തിക്കലുണ്ട്, വ്യാവസായിക മലിനീകരണമുണ്ട്, വാഹനങ്ങളിൽ നിന്ന് നമ്മൾ പുറന്തള്ളപ്പെടുന്ന പൊല്യൂട്ടൻസ് ഗ്യാസ് ഉണ്ട്. ഇതൊക്കെ ആസിഡ് റെയിനിന് കാരണമാകുന്നുണ്ട്. അപ്പൊ നാച്ചുറൽ കോഴ്സ് ഉണ്ട്, അതിനേക്കാൾ ഉപരി മനുഷ്യന്മാർ നിർമ്മിക്കുന്ന കാരണങ്ങളും എന്തിന് കാരണമാണ്, ആസിഡ് റെയിനിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ആസിഡ് റെയിൻ കംസ് ഇൻ മെനി ഫോംസ്, റെയിൻ, സ്നോ, സ്ലീറ്റ്, ഹെയിൽ, ഫോഗ്. ആസിഡ് റെയിൻ എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മുടെ ഭൂമിയിൽ പുറന്തള്ളപ്പെടും. ആസിഡ് റെയിന് മഴയായിട്ട് വരും, മഞ്ഞായിട്ട് വരും, അതുപോലെ തന്നെ ചില കട്ടകളായിട്ട് കല്ല് പോലത്തെ രീതിയിൽ വരും, അതുപോലത്തെ നമ്മുടെ കോടമഞ്ഞ് പോലെ എല്ലാം ഇത് പുറന്തള്ളപ്പെടും. ഭൂമിയിൽ പുറന്തള്ളപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട എൻവിറോൺമെന്റൽ പ്രോബ്ലം ആണ്
ആസിഡ് റെയിൻ എന്നുള്ളത്. Then next one, extinction of flora and fauna. Extinction is the death of all members of the species of plants, animals and other organisms. എന്താണ് സസ്യജന്തു വിഭാഗങ്ങളുടെ വംശനാശം എന്നൊക്കെ നമുക്ക് എക്സ്റ്റിങ്ഷൻ ഓഫ് ഫ്ലോറ ഫോണ എന്നതിന് നമുക്ക് പറയാം. ഫ്ലോറ ഫോണ എന്ന് പറഞ്ഞാൽ എന്താണ് സസ്യജന്തുക്കൾക്ക് നമ്മൾ പറയുന്ന പേരാണ്. ദെൻ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വംശനാശം. എന്താ വംശനാശം എന്ന് പറഞ്ഞാല് അതൊക്കെ നമ്മുടെ ഭൂമിയിൽ നിന്നും പതുക്കെ ഇല്ലാണ്ടാവുന്നതിനെയാണ് നമുക്ക് വംശനാശം എക്സ്റ്റിൻഷൻ എന്നൊക്കെ പറയുന്നത്. എക്സ്റ്റിൻഷൻ ഈസ് ദ ഡെത്ത് ഓഫ് ആൾ മെമ്പേഴ്സ് ഓഫ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, animals and or other organisms. Then the current rate of extinction is much higher than the natural or historical rates due to human activities. ഇന്നെന്താണ് ഈ എക്സ്റ്റിൻഷൻ പ്രോസസ്സ്, അതായത് വംശനാശം എന്നുള്ളത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. കാരണം എന്താണ്, നമ്മുടെ മനുഷ്യന്മാരുടെ പ്രവർത്തനം മൂലമാണ്, നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലമാണ് ഇന്ന് എന്തുണ്ടാവുന്നത്, വംശനാശം. എന്തിന്, സസ്യജന്തുക്കൾക്കൊക്കെയുള്ള വംശനാശം സംഭവിക്കുന്നത്. This cause an imbalance in natural process and causes a threat to ecosystem. ഇങ്ങനെ വംശനാശം സംഭവിക്കുന്നത് മൂലം എന്താണ്, നമ്മുടെ നാച്ചുറൽ പ്രോസസ്സിന് ഒരു ഇംബാലൻസ് അല്ലെങ്കിൽ അതിന്റെ ലോ ആൻഡ് ഓർഡറിന് അല്ലെങ്കിൽ അതിന്റെ ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന എക്കോസിസ്റ്റത്തിന് ഒരു തകർച്ച സംഭവിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മള് ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഫുഡ് ചെയിൻ ഒക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും അല്ലെ. ചെറിയ പാറ്റ തവള കഴിക്കുന്നു, തവളേനെ പാമ്പ് കഴിക്കുന്നു, പാമ്പിനെ ഈഗിള് കഴിക്കുന്നു, അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഒരു ഫുഡ് ചെയിൻ നമ്മൾ പണ്ട് മുതലേ ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഈ പറയുന്ന സസ്യജന്തുക്കൾക്ക് വംശനാശം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇതൊക്കെ എല്ലാവരെയും ബാധിക്കുന്ന, എസ്പെഷ്യലി മനുഷ്യരെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്ന ഒരു നമ്മുടെ എൻവിറോൺമെന്റൽ പ്രോബ്ലം ആണ്. Then of course it goes loss of biodiversity. ഇതൊക്കെ എന്തിന് കാരണമാകുന്നു, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്ക് കാരണമാകുന്നു. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട എൻവിറോൺമെന്റൽ പ്രോബ്ലം ആണ് വേസ്റ്റ് ഡിസ്പോസൽ. ഡീഫോറസ്ട്രേഷൻ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ എൻവിറോൺമെന്റൽ പ്രോബ്ലംസിന്, അതായത് നമ്മുടെ സമൂഹത്തെ, നമ്മളെ പരിസ്ഥിതിയെ നശിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന കാരണങ്ങളാണ്. ഇതിന്റെയൊക്കെ മെയിൻ ഉറവിടം, സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മൂലമാണ് നമ്മുടെ സൊസൈറ്റി നശിച്ചുകൊണ്ടിരിക്കുന്നത്. നാഷണൽ എൻവിറോൺമെന്റൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, എൻവിറോൺമെന്റൽ പ്രോബ്ലംസ് ആയിരുന്നു, പരിസ്ഥിതി പ്രശ്നങ്ങളായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, നാഷണൽ എൻവിറോൺമെന്റൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻവിറോൺമെന്റൽ പ്രോബ്ലംസ് ആയിരുന്നു. പക്ഷെ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്, എൻവിറോൺമെന്റൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. ദേശീയ പരിസ്ഥിതി നയങ്ങളും അതുപോലെ പരിപാടികളും അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പ്രോഗ്രാംസും ആണ് നമുക്ക് നോക്കാനുള്ളത്. The National Environmental Policy, NEP. അപ്പോൾ NEPന്റെ ഫുൾ ഫോം എന്താണ്, നാഷണൽ എൻവിറോൺമെന്റൽ പോളിസി ആൻഡ് പ്രോഗ്രാംസ് ഓഫ് 2006 is a policy that guides environmental conservation and management in India. അപ്പോൾ 2006 എന്ത് നിലവിൽ വന്നത്, NEP നിലവിൽ വരുന്നത്. അത് എന്തിന്റെ പോളിസിയാണ്, that guides environmental conservation and management in India. നമ്മുടെ പരിസ്ഥിതിയെ കൺസർവ് ചെയ്തുകൊണ്ടും മാനേജ് ചെയ്തുകൊണ്ടും നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ പോളിസിയാണ് NEP. അത് എന്തിനു വേണ്ടിയിട്ടാണ്, എൻവിറോൺമെന്റിനെ നമുക്ക് സംരക്ഷിക്കാം അല്ലെങ്കിൽ അതൊരു മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ, അതൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു 2006 കൊണ്ടുവന്ന ഒരു പോളിസിയാണ് NEP. It is an effect towards India's commitment to clean environment and making contribution to international effort എന്നൊക്കെ പറയും. എന്തിന്, ഇറ്റ് ഈസ് ആൻ എഫക്ട് ടുവാർഡ്സ് ഇന്ത്യസ് കമ്മിറ്റ്മെന്റ് ടു ക്ലീൻ എൻവിറോൺമെന്റ്, നമ്മുടെ എൻവിറോൺമെന്റിനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് മേക്കിംഗ് കോൺട്രിബ്യൂഷൻ ടു ഇന്റർനാഷണൽ എഫേർട്സ്. ഓക്കെ, then it was prepared on the basis of various earlier policies. മുന്നേ ഉണ്ടായിരുന്ന കുറെ പോളിസീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ കൊണ്ടുവന്നത്. ഏതിനെ, നമ്മുടെ 2006 NEP പോളിസി നമ്മൾ കൊണ്ടുവന്നത്. പെട്ടെന്നൊരു ദിവസം കൊണ്ടുവന്നതല്ല, മുന്നേ ഉണ്ടായിരുന്ന കുറെ ഏർലിയർ പോളിസീസിന്റെ ഭാഗമായിട്ട് നിലവിൽ കൊണ്ടുവന്നതാണ്. ഇന്ത്യയിൽ നിലവിൽ വന്ന 2006 നിലവിൽ വന്നതാണ് NEP എന്നുള്ളത്. Then objectives of national environmental policy 2006 to protect the environment and its resource.
എന്താണ് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു എൻഷുർ ജുഡീഷ്യസ് യൂസ് ഓഫ് എൻവിറോൺമെന്റൽ റിസോഴ്സസ്, അർഹമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ന്യായമായ രീതിയിൽ എൻവിറോൺമെന്റൽ റിസോഴ്സിനെ നമ്മൾ യൂസ് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ടു ഇൻവോൾവ് എൻവിറോൺമെന്റൽ ആസ്പെക്ട് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, പരിസ്ഥിതിയെ ടു ഇൻവോൾവ് എൻവിറോൺമെന്റൽ ആസ്പെക്ട് ഓഫ് എൻവിറോൺമെന്റൽ ആസ്പെക്ട് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഇതിൽ എന്തൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്? എൻവിറോൺമെന്റൽ ആസ്പെക്ട് ഫോർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടുമുള്ള നമ്മുടെ സൊസൈറ്റിയെ ഒരു മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻവിറോൺമെന്റൽ പോളിസി കൊണ്ട് നമ്മൾ മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചത്. ടു എൻഷുർ സയന്റിഫിക് മാനേജ്മെന്റ് ആൻഡ് യൂസ് ഓഫ് എൻവിറോൺമെന്റൽ റിസോഴ്സസ്, ഇതും ഒക്കെ എന്താണ് നമ്മുടെ എൻവിറോൺമെന്റൽ പോളിസി 2006 NEP-യുടെ ഒരു യൂസ് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയപരമായ രീതിയിൽ എന്തിനെ നടപ്പിലാക്കുക? എൻവിറോൺമെന്റൽ റിസോഴ്സിനെ ശാസ്ത്രീയപരമായ രീതിയിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ മുകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോർ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഓക്കെ, നാഷണൽ ആൻഡ് റീജിയണൽ ഗ്രീൻ ട്രിബ്യൂണൽസ്. The National Green Tribunals (NGT) is a specialized judicial body that handles environmental cause in India. അപ്പോൾ NEP-ന്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു, നാഷണൽ എൻവിറോൺമെന്റൽ പോളിസി. ദെൻ NGT, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽസ്. It is a specialized judicial body that handles environmental causes in India. നമ്മുടെ ഇന്ത്യയിലെ എൻവിറോൺമെന്റൽ കോസിനെ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു ജുഡീഷ്യൽ ബോഡിയാണ് എന്ത്? നാഷണൽ റീജിയണൽ ഗ്രീൻ ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത്, NGT എന്നുള്ളത്. The NGT was established in 2010 under the National Green Tribunal Act 2010. 2010 എന്ത് നിലവിൽ വന്നത്? NGT. നമ്മൾ നേരത്തെ പറഞ്ഞ NEP എന്നാണ് നിലവിൽ വന്നത് 2006. ഇവിടെ നമ്മുടെ NGT, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത് 2010 നിലവിൽ വരുന്നത്. അണ്ടർ എന്തിന്റെ കീഴിലാണ്? നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട്. ഇതിന്റെ കീഴിലാണ് ഇത് നിലവിൽ വരുന്നത്. Then it has 5 regional branches. ഇതിനെന്താണ്? 5 തട്ടുകൾ അല്ലെങ്കിൽ 5 കാര്യങ്ങൾ അല്ലെങ്കിൽ 5 അടിത്തറകൾ ഉണ്ട്. ഇത് ഈ NGT-യെ കൈകാര്യം ചെയ്യുന്നത് 5 ക്ലാസുകൾ എന്നൊക്കെ നമുക്ക് പറയാം, 5 വിഭാഗങ്ങൾ അല്ലെങ്കിൽ 5 സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ 5 തട്ടുകൾ അല്ലെങ്കിൽ വിഭാഗങ്ങളാണ് ഇവിടെ എന്തിനെ കൈകാര്യം ചെയ്യുന്നത്? NGT-യെ ഹാൻഡിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ബെഞ്ച് അല്ലെങ്കിൽ ഫസ്റ്റ് ബ്രാഞ്ച് എന്നൊക്കെ നമുക്ക് പറയാം. ഏതാണ്? പ്രിൻസിപ്പൽ ബെഞ്ച്. Then second one, central zone bench. Then third one, east zone bench. Then fourth one, west zone bench. Then NGT provides speedy resolution of environmental protection and forest preservation matters. ഇതെന്താണ്? സ്പീഡി റെസൊല്യൂഷൻ ഫോർ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഫോറസ്റ്റ് പ്രിസർവേഷൻ. ഇതിന് രണ്ടിനു വേണ്ടിയിട്ട് ഒരു സ്പീഡി ആയിട്ട് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പോളിസിയാണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത്. ഇറ്റ് എൻഫോഴ്സ് എൻവിറോൺമെന്റൽ ലീഗൽ റൈറ്റ്സ്. Then it provide compensation and relief for damages to individuals and property. ഇതൊക്കെ എന്തിന് കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്? ഡാമേജുകൾ, നമ്മുടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് ആർക്ക്? ഇപ്പോൾ നമ്മുടെ കൃഷിയിലൊക്കെ ആളുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു, വലിയൊരു ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം കാരണമോ കൃഷിയൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കാൻ, ഇൻഡിവിജ്വൽ ആയിട്ട് കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗ്രീൻ ട്രിബ്യൂണൽസ്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽസ് NGT 2010 ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.